അതിനുശേഷം പതുക്കെ ക്യാൻസറിന്റെ സാധ്യതകൾ കുറഞ്ഞു കൊടുക്കും. എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള കാരണം? അല്ലെങ്കിൽ എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്ന് ചോദിക്കുന്നത് എന്താണ് ക്യാൻസർ? പറഞ്ഞു. യെസ്, നമ്മുടെ ശരീരത്തിലുള്ള ചില കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള വളർച്ചയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അനവധി കോശങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു നിയന്ത്രിതമായിട്ടുള്ള അവസ്ഥയിലാണ് വളരുന്നത്. കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അത് കൂടാതിരിക്കുന്നതിന് വേണ്ടി, കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം നമ്മുടെ ഇതിലുണ്ട്. ചില സ്കൂളുകളിൽ അധ്യാപകൻ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കുട്ടികളെല്ലാം വളരെ നിയന്ത്രിതമായിട്ട് നിൽക്കും. ഒരു 5 മിനിറ്റ് അധ്യാപകൻ ക്ലാസ്സിന്റെ പുറത്തേക്ക് പോയാൽ കുട്ടികളുടെ ആ നിയന്ത്രണമെല്ലാം വിട്ട് അവരെങ്ങോട്ടാണ് ഓടുന്നത്, എങ്ങോട്ടാണ് ചാടുന്നത് എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ സാധിക്കില്ല. ഇതുപോലെ ചില കാരണങ്ങൾ കൊണ്ട് കോശങ്ങൾ അനിയന്ത്രിതമായി വളരാൻ ആരംഭിക്കും. ഇതിനെയാണ് ക്യാൻസർ എന്ന് വളരെ വ്യക്തമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എന്തൊക്കെയാണ് ഈ ചില കാരണങ്ങൾ? അതാണ് നമുക്ക് ഇതിന്റെ അടുത്ത് നോക്കുന്നത്. ചില കാരണങ്ങളിൽ ഒട്ടുമിക്ക കാരണങ്ങളും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. വളരെ ചുരുക്കം ചില കാരണങ്ങളാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത കാരണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിനെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏറ്റവും മോസ്റ്റ് കോമൺ റിസ്ക് ഫാക്ടറാണ് പുകവലി അല്ലെങ്കിൽ ടുബാക്കോയുടെ യൂസേജ് എന്ന് പറയുന്നത്. ഏകദേശം 33% ക്യാൻസറുകളുടെ കാരണം, 1/3 ക്യാൻസറുകളുടെ കാരണം ടുബാക്കോയുടെ യൂസേജാണ്. അത് പുകവലിയായിട്ടോ, ഹാൻഡ്സ് സാനിറ്റൈസർ വായിലൂടെ കഴിക്കുന്ന പുകവലിയായിട്ടോ, ഒരു വ്യക്തി പുകവലിക്കുമ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പുകയായിട്ടോ ഒക്കെ രീതിയിലുള്ള ക്യാൻസർ കാരണമാണ് 1/3 ക്യാൻസറുകളുടെ കാരണം. ഏകദേശം 20-ലധികം തരം ക്യാൻസറുകൾ പുകയില മൂലം ഉണ്ടാകും. ബ്രെയിനിൽ വരുന്ന ക്യാൻസർ, ചുണ്ടിൽ വരുന്ന ക്യാൻസർ, നാവിൽ വരുന്ന ക്യാൻസർ, വായിൽ വരുന്ന ക്യാൻസർ, ലങ്സിൽ വരുന്ന ക്യാൻസർ, പാൻക്രിയാസിൽ വരുന്ന ക്യാൻസർ, യൂറിനറി ഗ്ലാൻഡിൽ വരുന്ന ക്യാൻസർ, റെക്ടത്തിൽ വരുന്ന ക്യാൻസർ, ബ്ലഡിൽ വരുന്ന ക്യാൻസർ തുടങ്ങി 20-ലധികം ക്യാൻസറുകൾ ഉണ്ടാക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് പുകവലിയാണ്. ഏകദേശം 33%. ഏകദേശം 20 മുതൽ 25% വരെ ഉള്ള ക്യാൻസറുകൾ ഒരു ജീവിതശൈലി അസുഖമാണ്. ഹാർട്ട് ഡിസീസ് വരുന്നത് പോലെ, സ്ട്രോക്ക് വരുന്നത് പോലെ, BP വരുന്നത് പോലെ, ഡയബറ്റീസ് വരുന്നത് പോലെ, അമിതമായ ഭക്ഷണവും ഒബീസിറ്റിയും അതുപോലെ വ്യായാമം ഇല്ലായ്മയുമാണ് ഏകദേശം 20 മുതൽ 25% വരെ ക്യാൻസറുകളുടെ കാരണം. മറ്റൊരു 10% ക്യാൻസറിന്റെ കാരണം മദ്യപാനത്തിന്റെ ഉപയോഗമാണ്. ഏകദേശം 8 തരം ക്യാൻസറുകൾ ഉണ്ടാക്കുന്നത് മദ്യപാനമാണ്. ലിവറിൽ വരുന്ന ക്യാൻസർ, പാൻക്രിയാസിൽ വരുന്ന ക്യാൻസർ, ഗോൾ ബ്ലാഡറിൽ വരുന്ന ക്യാൻസർ തുടങ്ങി ഏകദേശം 8 തരത്തിലുള്ള ഡിഫറെന്റ് ക്യാൻസറുകൾ മദ്യപാനം മൂലം ഉണ്ടാക്കുന്നു. ചില പൊല്യൂഷനുകൾ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്മോക്ക്, ഇത്രയും സാധനങ്ങളെല്ലാം ഏകദേശം ഒരു 4 മുതൽ 5% വരെ ക്യാൻസറുകൾ ഉണ്ടാകും. ഇതൊക്കെയാണ് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ. ഏകദേശം 80% കാരണങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുകയാണ്. 20% നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനിൽ കൂടി ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ജനറ്റിക് ആയിട്ടുണ്ടാകുന്ന കാരണങ്ങൾ, ഏജ് കൂടുന്നതും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. ചില ജെൻഡറുകൾക്ക് ചില പ്രത്യേക ക്യാൻസർ വരും. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ അധികവും വരുന്നത് സ്ത്രീകൾക്കാണ്, പുരുഷന്മാർക്കും വരാം. ഏകദേശം 5% ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാർക്കാണ് കാണുന്നത്. പക്ഷേ ഏറ്റവും അധികം കാണുന്നത് സ്ത്രീകളിലാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, സ്ത്രീയായി പോയി. അല്ലെങ്കിൽ വയസ്സ് കൂടുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയാണ്. നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് വരാം. എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? നമ്മുടെ ശരീരത്തിൽ, സ്ത്രീകളുടെ ശരീരത്തിൽ എല്ലാവർക്കുമുള്ള ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടുന്ന അവസ്ഥയിലാണ് സാധാരണഗതിയിൽ ഏറ്റവും കോമൺ ആയി ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. വളരെ നേരത്തെ ആർത്തവം തുടങ്ങുക, വളരെ ലേറ്റായി മാത്രം ആർത്തവം അവസാനിക്കുക, കുട്ടികൾ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മുലയൂട്ടൽ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, ഒബീസ് വളരെ അധികമായിട്ടുള്ള വണ്ണം ഉണ്ടായിരിക്കുക, സ്മോക്കിംഗ്, സ്ത്രീകൾ സ്മോക്കിംഗ് ചെയ്യുക, റെഡ് മീറ്റിന്റെ ഉപയോഗം അധികമായിരിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു.
ഒരു സ്ത്രീ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഏകദേശം 7% കുറയും. ഒരു വർഷം 12 മാസം മുലയൂട്ടിയാൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഏകദേശം 4% കുറയും. അതായത് ഒരു കുട്ടിയുണ്ടായി നാം ഒരു 2 വർഷം മുലയൂട്ടിയാൽ ഏകദേശം 14 മുതൽ 15% വരെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും. വരില്ല എന്നല്ല, ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾക്ക്, ചില ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുത്തിട്ടുള്ള ആളുകൾക്ക് എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് വരാതിരിക്കാൻ നോക്കാനായിട്ട് സാധിക്കുമോ? ഡയബറ്റീസ് വരാതിരിക്കാൻ നോക്കാൻ സാധിക്കുമോ? ഹാർട്ട് ഡിസീസ് വരാതിരിക്കാൻ നോക്കാൻ സാധിക്കുമോ? ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് പറ്റും. ഒരു പരിധിക്കപ്പുറം ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പറ്റിയില്ല എന്ന് വരും. പ്രിവെൻഷൻ എന്ന വാക്കിനെ മോഡേൺ മെഡിസിൻ തന്നെ ഒരു 2-3 തരത്തിലാണ് ഇതിനെ ഡിഫൈൻ ചെയ്തത്. പ്രൈമറി പ്രിവെൻഷനും സെക്കൻഡറി പ്രിവെൻഷനും ടേർഷ്യറി പ്രിവെൻഷൻ എന്നെല്ലാം പറയാം. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം വരാനുള്ള സാധ്യത നമുക്കുണ്ടെങ്കിൽ ആ സാധ്യതയെ തന്നെ വേണ്ട എന്ന് വയ്ക്കുന്നതാണ് പ്രൈമറി പ്രിവെൻഷൻ. ഉദാഹരണത്തിന് സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ലങ് ക്യാൻസർ വരുന്നതിനുള്ള സാധ്യതകൾ 90% ലങ് ക്യാൻസറിന്റെയും കാരണം എന്താണ്? സ്മോക്കിംഗ് ആണ്. അപ്പോൾ സ്മോക്കിംഗ് വേണ്ട എന്ന് വെച്ചാൽ ലങ് ക്യാൻസർ വരാതിരിക്കാനുള്ള സാധ്യത 90% കുറയും. കൊറോണ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ കൊറോണ പകരുന്നത് ഇതുമൂലമായിരുന്നു, വായു മൂലമായിരുന്നു. നമ്മൾ എല്ലാവരും മാസ്ക് വയ്ക്കാൻ തുടങ്ങി, കൈ കഴുകാൻ തുടങ്ങി. ആ വരുന്ന